എല്ലാ കൂട്ടുകാർക്കും പുതിയ സ്വാഗതം. ഇന്ന് നമ്മൾ ഉത്തമനാർ പാർക്കിലാണ്. അവിടുത്തെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കാണുന്നുണ്ട്. ഏറ്റവും മുകളിലുള്ള അവിടെ നിന്ന് ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൻ നേരെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ മോഡലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ അവനൊരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു സംഭവം ആണ്. ഇവിടെ ഫ്രീ ആയിട്ട് ഞാനും കെട്ടിയവനും ഇവിടെ ഇരുന്നൊരു ഫോട്ടോഷൂട്ട് കാണാം. നിങ്ങൾ നോക്കൂ, ഉണ്ടല്ലേ. ഇവിടെ പിന്നെ സ്പാനിഷ് ആൾക്കാരുണ്ടല്ലോ. സ്വീറ്റ് 16ൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സൂപ്പർ ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വന്ന വഴിക്ക് രണ്ട് പേരുടെ ഇത് കണ്ടായിരുന്നു. അവരും വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്. ഞാനും അങ്ങനെയൊന്ന് പോയൊരു ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കെട്ടിയും പറയണോ, നീ തലം കുത്തി വീണ് കഴിഞ്ഞാൽ എന്നെ അവിടെ ഇട്ടിട്ട് പുള്ളിക്കാരൻ പോകും. ഈ സ്ഥലത്തെ ഉണ്ടല്ലോ വാഴകളൊക്കെ ഉണ്ടല്ലോ, നല്ല സൂപ്പർ നാട്ടിലെ വാഴകളാണ്. ഓണത്തിന് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ പറയുന്ന ഭാഷകളൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പേടിക്കേണ്ട കേട്ടോ. അതിൻ്റെ ട്രാൻസ്ലേഷൻ വരും. നല്ല സൂപ്പർ വെള്ളച്ചാട്ടമുണ്ട്, സൂപ്പർ വെള്ളച്ചാട്ടം. അതിൻ്റെ മുകളിൽ നിന്നൊക്കെ നല്ല ആ ഒരു സൈഡിൽ നിന്നാണ് വെള്ളം വരുന്നുണ്ടല്ലേ. അവിടെ നിന്നും ഒരു ലെയർ, ആ ഒരു ലെയർ, ഇവിടെ നിന്ന് ഒരു ലെയർ, ഈ 3 ലെയറും കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു ലെയറിൽ നല്ല മഴയുടെ കേട്ടോ സെറ്റ് ചെയ്തിരിക്കണത്. നല്ല വാട്ടർഫോൾ, നല്ല തണുപ്പ്, വെള്ളത്തിന് നല്ല തണുപ്പാണ്. എനിക്ക് വേണോ അവിടെ ഭർത്താവും ഇവിടെ ഭർത്താവും അത് മോളുമാണോ എന്നൊരു സംശയം. ആൾക്കാർ തിരിഞ്ഞും മറിഞ്ഞിരുന്ന് ഫോട്ടോസ് എടുക്കണം. നമുക്ക് ഫ്രീ ആയിട്ടൊരു ഫോട്ടോസ് കിട്ടും. Cuando yo me siente, te tienes que agachar. ഈ സൈഡിലെല്ലാം നല്ല ബ്യൂട്ടിഫുൾ വാഴ നിൽപ്പുണ്ട്. ഓണത്തിന് വേണമെങ്കിൽ നമുക്ക് വാഴ വെട്ടിക്കഴിഞ്ഞ് കുടിക്കാൻ പറ്റും. ഈ സൈഡിലത്തെ ചെറിയൊരു വാട്ടർ ഫോണ്ട് നല്ലതാണ്. പക്ഷേ ഇവിടെ വെള്ളം വരുന്നുണ്ട്. യു റൈറ്റ്. ഓക്കെ, ഞാൻ കയറിയിട്ട് ഇവിടെ ഇരിക്കാം. ഞാൻ പോയിട്ട് വരട്ടെ. ജസ്റ്റ് ഹിയർ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഈ സൈഡിൽ കൂടെ കയറണം, ആ സൈഡിൽ കൂടെ കയറണം, ഈ സൈഡിൽ കൂടെ നമുക്ക് പോയിട്ട് വരണം. മോപ്പോട്ട് മോടണം, മോപ്പോട്ട്. There is a place to sit. Yeah. നല്ല ബ്യൂട്ടിഫുൾ. വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ക്രിസ്റ്റൽ ക്ലിയർ. ഈ സൈഡിലൊക്കെ എന്ത് ഭംഗിയുള്ള പോകാൻ നിൽക്കണം നോക്കി. ഈ മഞ്ഞ പൂക്കളിനിടയ്ക്ക് നിങ്ങളില്ല കേട്ടോ. എന്ത് ഭംഗിയാ. നമ്മൾ കാശ്മീരിലൊക്കെ പോകുമ്പോഴേ നല്ല ബ്യൂട്ടിഫുൾ യെല്ലോ ഫ്ലവർ നിൽക്കുന്നില്ലേ. എന്ത് രസം നോക്കിക്കേ. ഭയങ്കര സീരിയസ് ആള് കേട്ടോ. ബ്യൂട്ടിഫുൾ. ഈ വാട്ടർഫോൾ നോക്കിയേ, എന്ത് ഉണ്ടോ. ക്ലിയർ, സൂപ്പർ ക്ലിയർ. ഒരു മരം അവിടെ പോയിട്ട് ആ മരത്തിൻ്റെ സൈഡിൽ നിന്ന് ഇല വിളിച്ചു. പക്ഷെ വെട്ടിയിട്ട ഒരു മരം തന്നെ അവരൊരു അടുത്ത ഒരു ഡെക്കറേഷനായിട്ടാണ് വരുന്നത്. നമുക്കിതുവഴി കയറണ്ടേ. ഇതുവഴിയാണ് മുകളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ഈ മരം കണ്ടോ, ആ ഒരു മരം വരെ അവർ വെട്ടിയിട്ട് ആ ഒരു മരം സൈഡിൽ നിന്ന് കിളിക്കാനോടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പീസ് ഇവിടെ അരിഞ്ഞിട്ട് ഇനി ഇത് ഇവർ ഷേപ്പാക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് തട്ടും. അപ്പോൾ ഇതുവഴി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതുവഴിയാണ് പോണേ. വാ, അയ്യോ നല്ലൊരു കുത്തനുള്ളത്. ചെറിയ ഒരു ടണൽ. നമുക്കിതിൻ്റെ മുകളിൽ കയറിയിട്ട് ടണലിൽ കയറാൻ പറ്റാം. മുകളിൽ കയറി എൻ്റെ
ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാനുള്ള ഒരു സ്റ്റെപ്പാട്ടോ. രണ്ടിൽ നിന്നുള്ള ഓരോ പാറക്കല്ലിട്ടിട്ടെ, പക്ഷെ രണ്ട് സൈഡിലും ഒരു കമ്പി വെച്ചിട്ടുണ്ട്, നമുക്ക് നടന്ന് കയറി വരാൻ പറ്റുന്നേ. പാറയുടെ ഇടയ്ക്ക് ഓരോ നല്ല കുറ്റി കുറ്റി ചെടികൾ വെച്ച് കഴിഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗികളില്ല, ബോറടിക്കില്ല കേട്ടോ. നല്ല ഇവിടുന്ന് താപ്പോട്ട് നോക്കി കഴിഞ്ഞാൽ ഹഡ്സൺ റിവറിൻ്റെ അങ്ങ് കാണാൻ പറ്റും. താഴെ ആൾക്കാർ വന്നുണ്ട് ഒരു മുട്ടുസൂചി മാതിരി. അപ്പോൾ എത്രയും പൊക്കത്തിലാണ് നമ്മൾ നിൽക്കണം നോക്കി. നമ്മൾ ക്ലോസായിട്ട് എടുത്തുകൊണ്ട് അവരവിടം വരെ ആയിട്ടുള്ളതുണ്ടാവും. എത്ര ദൂരത്താണ് താഴെന്ന് വരണം നമുക്ക്. പക്ഷേ ഹൈക്ക് ചെയ്ത് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്റ്റെപ്പേ ഉള്ളൂ കേട്ടോ, കല്ലെടുക്കണേ. അതിൽ കൂടെ വേണം കയറി വരാൻ. പിന്നെ ഹഡ്സൺ റിവറിൻ്റെ സൈഡ് അവിടെ ഈ വെള്ളത്തിൻ്റെ താപ്പോട്ടുള്ള വെള്ളം പോണതാണ് ആ സൈഡ് കേട്ടോ. നമ്മൾ മുമ്പേ വന്ന വഴി അതാണ്, പൂക്കളൊക്കെ വെച്ചിട്ട്. അങ്ങേ സൈഡിൽ കൂടെ ഒരു ട്രെയിലറിനാണ് കയറി വന്നത്. നടന്നു കാണാൻ ധാരാളം സംഭവമുണ്ട്. പിന്നെ ടൂ 2016 എല്ലാവർക്കും കയറത്തക്ക രീതിയിൽ കൊടുത്തിരിക്കുന്നത്. എനിക്കാണ് ഇവിടെ വൈഫിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവം അവരെടുത്തിരിക്കുന്നത്. 2016 ഓപ്പൺ ചെയ്തിങ്ങോട്ട് ഇവിടെ. ഇപ്പോൾ താപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ ദേശമുണ്ടോ, 2016 പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തു. 16 11 വർഷമായി. ഓക്കെ, നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ ഇപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണോ? ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് കീപ്പോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് താഴെ നിർത്താൻ മതി. സോ വീണ്ടും നമ്മൾ ചെറിയൊരു സ്റ്റെപ്പിൽ കീപ്പ് ഇറങ്ങിയാൽ ഇനിയൊരു ടണലുണ്ട്. ആ ടണലിൽ കൂടെ നമുക്ക് താപ്പി ഇറങ്ങാൻ പറ്റും. ഇതിൻ്റെ സൈഡിലൊക്കെ വാട്ടർ ഫൗണ്ടൻ കേട്ടോ. അത് എന്താ എല്ലാം പാറക്കെട്ടിനുള്ളിലാണ്. ഭാര്യയെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് ഈ ഒരു പാർക്ക് വൈഫിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ഇനി നമുക്കിവിടെ ഒരു ടണലുണ്ട്. പാറക്കെട്ടേ കൂടെ കയറില്ലെന്നൊരു പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം താഴെ വീണ് കഴിഞ്ഞാൽ അവർ ഉത്തരവാദിയല്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിനകത്തൊക്കെ ഒരു ആംബുലൻസൊക്കെ കയറാൻ വേണ്ടി ഇച്ചിരി പാടുപെടും. പിന്നെ നമുക്കിവിടെ ഒരു ടണലുണ്ട്. ഇതിന് നമുക്ക് നമ്മൾ മുമ്പ് എന്ന സ്ഥലം അവിടെയാണ്. അവിടെ നിന്ന് നമ്മൾ താപ്പയെത്തി ഇനിയിപ്പോൾ ഒരു ടണലിലേക്ക് ഇറങ്ങാം. ഇതും ചെറിയ 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 പാറക്കല്ലുകൾ സൈഡിൽ വെച്ചിട്ടാണ്. അതിൽ പിടിച്ചിറങ്ങാൻ വേണ്ടി നമുക്ക് സൈഡിൽ കമ്പിയുണ്ട് കേട്ടോ, കാല് തെറ്റിപ്പോകാതിരിക്കാൻ. കാരണം ഒരു കുത്തനെ ഇറക്കമുള്ളതായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഫീൽ വരുവാണെങ്കിൽ നമുക്ക് സപ്പോർട്ടിങ്ങിന് സൈഡിൽ ഒരു കമ്പി വെച്ചിട്ടുണ്ട്. കൊച്ചു പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ചാടി ഇറങ്ങിയൊക്കെ പോകാം കേട്ടോ. നല്ലൊരു ചെറിയ ടണൽ, ബ്യൂട്ടിഫുൾ ടണലാണ്. രണ്ട് സൈഡും നല്ല റോക്ക്, നല്ല അടിപൊളി സംഭവം. എന്താ നമുക്ക് എന്ത് രസം നോക്കി ഈ ടണലിൽ കൂടെ. എന്താ നമ്മൾ മറ്റേ ഇതാണ് കണ്ടാ, ബ്യൂട്ടിഫുൾ. നോക്കി ആ റോക്കിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ടാ. നമ്മുടെ നാട്ടിലൊരു ഒരു ഒരു ഗുണാക്കേവ് എന്നൊക്കെ പറയാം. കണ്ടില്ലേ പാറട. പക്ഷേ ഇതിനകത്ത് ഫോട്ടോസ് എടുക്കാനൊക്കെ ആൾക്കാർ നിൽക്കണം. ഈ ഒരു വാട്ടർ, പിന്നെ മുകളിൽ നിന്ന് വരുന്ന വാട്ടർ ഇവിടെ വീണിട്ട് അതിൻ്റെ അടിയിൽ കൂടി ഈ വീരമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നല്ല കൂൾ ഏരിയ കേട്ടോ, നല്ല സൂപ്പർ ഏരിയ. കുറച്ച് നേരം ഇവിടെ ഒക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും. നല്ല നാട്ടിലെ കള്ളിമുൾച്ചെടി ഉണ്ടോ പാറയുടെ ഇടയ്ക്ക്. ഇവിടെ എല്ലാം ഈ കള്ളിമുൾച്ചെടി തന്നെ ഉണ്ടോ പാറയുടെ ഇടയ്ക്ക് വരുന്ന കള്ളിമുൾച്ചെടി. എങ്ങനെയുണ്ട് നിങ്ങൾ ഈ പാർക്കിലെ വിശേഷങ്ങൾ? I think my husband enjoyed the thing. നമ്മൾ പാറന്നിറങ്ങണതൊക്കെ നോക്കി കണ്ടൊക്കെ ഇറങ്ങണമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇന്നെങ്ങാനും വീണ് കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് കാടിനുള്ളിലേക്ക് ഒരാഴ്ച ടൈം എടുക്കും. ഒരാൾക്ക് ഇറങ്ങാനുള്ള അവസ്ഥയേ ഉള്ളൂ. ഉണ്ടോ ഒരേ ഒരു വ്യക്തികൾക്ക് മാത്രം, 2 പേർക്ക് ഒന്നിച്ചിറങ്ങാൻ പറ്റില്ല. ജസ്റ്റ് മുകളിൽ നിന്ന് 1 by 1 ആയിട്ട് ഒരാൾക്ക് ഇതുവഴി ഇറങ്ങി വരാമെന്നുള്ളൂ കേട്ടോ. കയറുവാണെങ്കിലും ഇറങ്ങുവാണെങ്കിലും ഒരു വ്യക്തികൾ.
ഇത് ബാക്കിലോട്ട് നോക്കണ്ട. നമ്മൾ വന്നത് ആ മുകളിൽ നിന്നാണ്. ഈ ഒരു വാട്ടർ ഫോൾസിൻ്റെ സംഭവം ഉണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കി ഇതുവഴിയാണ് ആ വെള്ളച്ചാട്ടം വരുന്നത്. നല്ല തെളിഞ്ഞുള്ള നല്ല കൂളാണ്. അതിൻ്റെ എരിച്ചിലും നമ്മുടെ ദേഹത്ത് അടിക്കുമ്പോൾ നമുക്ക് നല്ല തണുത്ത ഫീലാണ്. തണുത്ത ഫീൽ ഒരു ഇതിനകത്തുനിന്നൊക്കെ വെള്ളം വരുന്നുണ്ടോ? പാറകളൊക്കെ നല്ല തെളിഞ്ഞ വാട്ടർ. പാലരുവി എന്നൊക്കെ പറയുമ്പോൾ നല്ല തെളിഞ്ഞ പമ്പ് ചെയ്ത് മേളിലോട്ട് കയറ്റി ദിവസങ്ങൾ വെച്ചിട്ട് അവിടെയും കുറച്ച് ആൾക്കാർ, ഇവിടെയും കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഈ ഒരു ചെടിയുടെ അരിയുണ്ടോ? പയറ് മാതിരിക്കുന്നുണ്ടോ? ബ്യൂട്ടിഫുൾ അല്ലേ? ഏറ്റവും മുകളിൽ നമുക്ക് ഫോട്ടോഷൂട്ടുള്ള അടിപൊളി സ്പേസാണ്. അവിടെ നമ്മളുണ്ട്. ആ സൈഡിലുള്ള എൻട്രൻസിൽ കൂടെ വേണം കാപ്പ് വരാൻ. ഒന്നും വരുന്ന വരവ് കണ്ടോ മുന്നേ. എൻട്രൻസ് രണ്ട് സൈഡിലുണ്ട് കേട്ടോ. പിന്നെ നല്ല സൂപ്പർ വാഴ. എന്താ ഓണത്തിന് ഇവിടുന്ന് ഒരു വാഴയുടെ ഇല അടിച്ചുകൊണ്ട് വേണം ഫുഡ് കഴിക്കും. നമ്മുടെ കേരളത്തിലെ എല്ലാ സാധനങ്ങളും അത് വേണ്ടതൊന്നും അല്ല, അത് വേറെ എന്തോ പ്ലാൻ. ഈ ഒരു മരത്തിന് നല്ല ഒരു പയർ മാതിരിയൊരു സാധനമുണ്ട്. ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ എന്ത് ഭംഗിയാണ്. കാറ്റ് നല്ല കൂള് കാറ്റ് ബ്രീസ്, ഒരു ചൂടും നമുക്ക് ഇതിലേക്കില്ല. നല്ല ഒരു വാട്ടർ ഫോൾസും കണ്ടിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടൂടെ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാം. കഴിക്കാനുള്ള ഫുഡുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടൊരു ഫുഡൊക്കെ കഴിച്ച് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലോ ചപ്പച്ചോറോളോ ഒന്നും തന്നെ ഇവിടെ ഇടാൻ പാടില്ല. അങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് വെള്ളം കൊണ്ടുവന്നാൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല. നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇറ്റ് ഇസ് മൈ എക്സ്പീരിയൻസ്. യു ഡെഫിനറ്റ്ലി വിൽ ലവ് ഇറ്റ്. ഓക്കെ, ഈ പാറക്കെട്ട് തന്നെ ഒരു ഫുൾ ഡേയിൽ നമുക്കിത് കണ്ടാലെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. നമുക്ക് ഇവിടെ മനസ്സ് നല്ല ക്ലീൻ, നല്ല ഒരു എന്താ പറയുക, ഒരു കുളിർമാറ്റമില്ലേ. ഇത് വലിയ ഈ ചെടികൾ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ ചെടിയാണ്. നമുക്ക് അതൊക്കെ കാണിച്ചിട്ട് ദിവസമൊക്കെ എന്താ വെറൈറ്റി ഫ്ലവേഴ്സ്. ഈ സൈഡിലൊക്കെ അതുപോലെ ഒരു ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കാടാണ്. ആ സൈഡിലൊക്കെ നല്ല സൂപ്പർ നല്ല അടിപൊളി വാഴയുണ്ട്. പിന്നെ നമുക്ക് ആ സൈഡിലത്തെ ചാനലിൽ കൂടെയാണ് നമ്മൾ മുകളിലുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു അതിൻ്റെ ഏറ്റവും മുകളിൽ പിന്നെ ആ മേയറിൻ്റെ വൈഫിൻ്റെ പേരും ആ പുള്ളിയുടെ മെമ്മറി ഓർമ്മ ദിവസത്തിൻ്റെ എല്ലാം മരിച്ചെന്നൊക്കെ എൻ്റെ മുകളിലൊരു എഴുതി വെച്ചിട്ടുണ്ട് നെറ്റിൽ നിന്ന്. പിന്നെ ഈ ഒരു ചെടി ഇവിടെ നിന്ന് താപ്പിടും. നമ്മൾ മുമ്പേ വന്നത് ആ താഴെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ, അവിടെ നിന്ന് നമ്മൾ വന്നതുകൊണ്ടാണ്. എന്ത് ദൂരമായിട്ട് നിൽക്കണം നോക്കി. ആ സൈഡിലാണ് നമ്മൾ മുമ്പേ ഒരു കയറ്റം കയറ്റിയിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കറങ്ങി ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങേ അറ്റത്ത് കാണുന്നതാണ് ഹഡ്സൺ റിവറിൻ്റെ ഒരു പാട്ട് പ്ലെയിൻ. ഒരു കുഞ്ഞു കുഞ്ഞു പ്ലെയിൻ. ഇതൊക്കെ പ്രൈവറ്റ് പ്ലെയിനാണ് കേട്ടോ. പ്രൈവറ്റ് ആൾക്കാരുടെ 1-2 പേർക്ക് ഉപയോഗിക്കാനുള്ള പ്രൈവറ്റ് പ്ലെയിനുകളാണ്. ഒരാൾ ചൂടടിച്ചിട്ടിരിക്കുന്ന ഇരിപ്പുണ്ടോ. അപ്പം കുത്തമ്പനാർ പാർക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് വിവിധ ഭാരതി തമിഴ്. ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് ഉണ്ടായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ എല്ലാ സപ്പോർട്ടേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഗൈസ്, ലവ് യു ഓൾ. കമൻറ്റ് ഇടാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് വെരി ഇമ്പോർട്ടൻറ്റ്.
അപ്പം ഇനിയും ന്യൂയോർക്കിലെ ഇതുപോലുള്ള പല വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ, ലവ് യു ഓൾ.